ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഉമ്മൽക്കോയിലുള്ള സൂയിലേക്കാണ്. ഇതാട്ടോ അതിൻ്റെ എൻട്രൻസ്. രണ്ട് ഫ്ലാമിംഗോസ് ഒക്കെ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ കേട്ടോ പാർക്കിംഗ് വരുന്നത്, അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ്. ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ കേട്ടോ ടിക്കറ്റ് എടുക്കുന്നത്. അഡൽട്ട്സിന് 25 ദിർഹംസും 1 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്രീയുമാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയേ. ഇതേ അതിനകത്തൊരു കടുവ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ദൂരെ നോക്കുമ്പോൾ കാണത്തില്ല, നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയാലേ കാണത്തുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ഉറക്കം, ഉച്ചയ്ക്കല്ലേ. പിന്നെ ആനിമൽസിനെ നമുക്ക് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് പുല്ല് വാങ്ങിക്കാൻ കിട്ടും. അതിന് ഒരു ബണ്ടിലിന് 5 ദിർഹംസ് ആട്ടോ വരുന്നത്. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന അവിടെ നിന്ന് തന്നെ വാങ്ങാവുന്നതുമാണ്. ഇവിടെ ഒരു കരടിക്കുട്ടൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവനെ കാണിക്കാനായിട്ട് അദ്വിക്കുട്ടനെ എണീപ്പിക്കാൻ നോക്കിയിട്ട് അവനൊന്നും എണീറ്റില്ല. അദ്വി ചെറുതായിട്ട് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. ആളെന്തായാലും ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം ഇവർക്ക് ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു റാബിറ്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നേ. അത് അദ്വിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനവിടെ ഇരുന്ന് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തേക്ക് വന്നപ്പോൾ അവന് ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നു കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കഴുതക്കൊട്ട നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ കോഴികളെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലേക്കുള്ള കോഴികളില്ലേ അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. കരിങ്കോഴിയും നാടൻ കോഴിയൊക്കെ, പിന്നെ കുറച്ച് ഫാൻസി കോഴികളുണ്ടായിരുന്നു. പിന്നെ അടുത്തത് മങ്കീസിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. എല്ലാവരും പുല്ലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. മങ്കീസ് പുല്ല് കഴിക്കുമെന്ന് എനിക്കും അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ഇവരുടെ അടുത്ത് നമ്മൾ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അവിടെ ഒരാൾ പാലൊക്കെ കുടിച്ച് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വയറ്റിലൊരു കുഞ്ഞു ആവിരിപ്പുണ്ടേ. ഇവിടെ ഒരു കടുവ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നേ. എന്തൊക്കെയോ സ്വപ്നമൊക്കെ കണ്ട് ഞെട്ടുന്നുണ്ടായിരുന്നു.
പിന്നെ ഇവിടെ ഒരു കേവ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ, നല്ലൊരു ഗുഹ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു നാച്ചുറൽ ഗുഹയുടെ ഒരു വൈബൊക്കെ ആയിരുന്നു കേട്ടോ. മരങ്ങളുടെ വേരും അതേപോലെ എന്താ പറയുക, ലൈറ്റിംഗ് ആയാലും അടിപൊളിയായിരുന്നു. നല്ലൊരു കൂളിംഗ് ഒക്കെ ആയിരുന്നു, ഒരു നാച്ചുറൽ ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയപ്പം ദാണ്ടെ അദ്വിക്കുട്ടൻ വീണ്ടും അവൻ പുല്ലൊക്കെ കൊടുക്കാൻ തുടങ്ങി ആടിനും ഒക്കെ. അത് നമ്മൾ ഒരു ബണ്ടിൽ പുല്ലായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവന് എല്ലാവർക്കും കൊടുത്ത് തീർത്തു. അതുകൊണ്ട് നമ്മളൊരു 2 ബണ്ടിലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അദ്വിക്കാണെങ്കിൽ തീരുമ്പോൾ പുല്ല് ചോദിച്ചുകൊണ്ടിരിക്കുക. അവന് കൊടുത്തിട്ടും മതിയാവുന്നില്ലായിരുന്നു. ഉഷാമയാണെങ്കിൽ കുതിരേനെ സ്നേഹിക്കാൻ പോയി. കുതിര ചിരിച്ചൊക്കെ കാണിച്ചു ഉഷാമേനെ. ഉഷാമ ചെറുതായിട്ട് പേടിച്ചെന്ന് തോന്നുന്നു, നൈസായിട്ട് സ്കൂട്ടാവുന്നുണ്ട്. അവിടെ പിന്നെ ക്യാമൽ റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഉഷാമ്മയുടെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറണമെന്നേ. അങ്ങനെ ഉഷാമ്മ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ക്യാമൽ റൈഡിന് ടിക്കറ്റ് വരുന്നത് സെപ്പറേറ്റ് കേട്ടോ, 10 dirhams ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഉഷാമ്മ ഫൈനലി ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഉഷാമ ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി പോകുമ്പോൾ ഉള്ള ഈ സീൻ കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഒരു മൂവിയിലെ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് മഞ്ജു വാര്യരുടെയും ജയറാമിൻ്റെയും ആ സീനാണേ.
ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ, നമുക്ക് ഹൗസൊക്കെ വെച്ചിട്ട്. ഇതിന് പ്രത്യേകിച്ച് ടിക്കറ്റൊന്നുമില്ല, ഫ്രീ ആണ്, ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഉണ്ണിച്ചേച്ചീൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളി സ്ഥലമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.